ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ബ്രെഡിനെ 3ആയിട്ട് കട്ട് ചെയ്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് കൂട്ടാവുന്നതാണ്. നമുക്കിതിനാവശ്യമായ ഒരു മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 പീസ് ബ്രെഡ് എടുത്തത് കൊണ്ടാണ് ഒരു മുട്ടയുടെ ആവശ്യം. ഇതിൽ കൂടുതലാണെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്കിനി ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ഈ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം മുട്ടയ്ക്കകത്ത് നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടണം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം മുട്ടയ്ക്കകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെഡെല്ലാം മുട്ടയ്ക്കകത്ത് ഓരോന്നായി മുക്കി ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് കോട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിൽ നല്ല രീതിയിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം. ഈ കോട്ട് ചെയ്ത ബ്രെഡെല്ലാം നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ബ്രെഡുകളും ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡുകളും ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായ ശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോ ബ്രെഡും ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബ്രെഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് എല്ലാം അടിപൊളിയായിട്ട് മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, അധികം എരിയില്ല, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ശരി, ബൈ.